കുറച്ചു പരിശ്രമിക്കൂ, നിങ്ങളുടെ സുഖങ്ങളുടെ ദിനം വന്നുകഴിഞ്ഞു. ഓം ശാന്തി. പരിധിയില്ലാത്ത അച്ഛൻ എല്ലാ കുട്ടികൾക്കും മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ എല്ലാവർക്കും സന്ദേശം നൽകണം. ഇപ്പോൾ അച്ഛൻ വന്നിരിക്കുന്നു. അച്ഛൻ ധൈര്യം നൽകുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഭക്തിമാർഗത്തിൽ നിങ്ങൾ വിളിച്ചു, ബാബ വരൂ, മുക്തി നൽകൂ, ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കൂ എന്നെല്ലാം പറഞ്ഞ്. എന്നാൽ ബാബ ധൈര്യം നൽകുകയാണ്, ഇനി കുറച്ചു ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ആരുടെയെങ്കിലും അസുഖം ഭേദമാകാറായാൽ പറയാറുണ്ട്, ഇപ്പോൾ എല്ലാം ശരിയാകുമെന്ന്. കുട്ടികളും മനസ്സിലാക്കുന്നുണ്ട്, ഈ മോശമായ ലോകത്തിൽ ഇനി കുറച്ചു ദിവസങ്ങളെ ബാക്കിയുള്ളൂ. പിന്നീട് നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോകും. അതിനായി നിങ്ങൾക്ക് യോഗ്യരായി മാറണം. പിന്നീട് ഒരു രോഗവും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ബാബ ധൈര്യം നൽകിയിട്ട് പറയുന്നു, കുറച്ച് പരിശ്രമിക്കൂ. ഇങ്ങനെ ധൈര്യം നൽകാൻ മറ്റാരുമില്ല. നിങ്ങൾ തന്നെ തമോപ്രധാനമായിരിക്കുന്നു. ഇപ്പോൾ അച്ഛൻ വന്നിരിക്കുകയാണ് നിങ്ങളെ വീണ്ടും സതോപ്രധാനമാക്കി മാറ്റാൻ. ഇപ്പോൾ സർവ്വ ആത്മാക്കളും പാവനമായി മാറും. ചിലർ യോഗബലത്തിലൂടെ, ചിലർ ശിക്ഷകളുടെ ബലത്തിലൂടെ. ശിക്ഷകൾക്കും ബലമുണ്ടല്ലോ. ശിക്ഷകളിലൂടെ ആരാണോ പവിത്രമായി മാറുന്നത് അവർക്ക് പദവിയും കുറയും. നിങ്ങൾ കുട്ടികൾക്ക് ശ്രീമത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, നിങ്ങളുടെ സർവ്വ പാപങ്ങളും ഭസ്മമാകും. അഥവാ ഓർമ്മിക്കുന്നില്ലെങ്കിൽ പാപം 100 മടങ്ങാകും. എന്തുകൊണ്ടെന്നാൽ പാപാത്മാവായി മാറി നിങ്ങൾ എന്റെ നിന്ദ ചെയ്യുകയാണ്. മനുഷ്യർ പറയും, ഇവർക്ക് ഈശ്വരൻ ഇങ്ങനെയുള്ള മതം നൽകുന്നു, എന്നിട്ടും ഇവരിൽ നിന്നും ആസുരീയ പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നു. കയറ്റവും ഇറക്കവും ഉണ്ടാകുമല്ലോ. കുട്ടികൾ തോറ്റുപോകുന്നുമുണ്ട്. നല്ല നല്ല കുട്ടികൾ പോലും തോറ്റുപോകുന്നു. അതിനാൽ പാപം ഭസ്മമാകുന്നേയില്ല, പിന്നീട് അനുഭവിക്കേണ്ടതായും വരുന്നു. ഇത് വളരെ മോശമായ ലോകമാണ്. ഇതിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. ബാബയെ വിളിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്, ബാബ വന്ന് ഞങ്ങൾക്ക് ഭാവിയിലെ പുതിയ ലോകത്തിലേക്കുള്ള വഴി പറഞ്ഞു തരൂ. ബാബയ്ക്ക് അറിയാം, ആ ഭാഗത്ത് പഴയ ലോകമാണ്, ഈ ഭാഗത്ത് പുതിയ ലോകമാണ്. നിങ്ങൾ തോണിയാണ്. ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമനായി മാറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നങ്കൂരം ഇപ്പോൾ പഴയ ലോകത്തിൽ നിന്നും എടുത്തു കഴിഞ്ഞു. അതിനാൽ എവിടേക്കാണോ പോകുന്നത് ആ വീടിനെ തന്നെ ഓർമ്മിക്കണം. ബാബ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളിലെ കറ ഇല്ലാതാകും. ഒന്നില്ലെങ്കിൽ യോഗബലം, അല്ലെങ്കിൽ ശിക്ഷകൾ. ഓരോ ആത്മാവും തീർച്ചയായും പവിത്രമായി മാറും. പവിത്രമായി മാറാതെ ആർക്കും തിരിച്ചു പോകാൻ സാധിക്കില്ല. എല്ലാവർക്കും തന്റേതായി പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ബാബ പറയുന്നു, ഇതാണ് നിങ്ങളുടെ അന്തിമ ജന്മം. മനുഷ്യർ പറയുന്നത് കലിയുഗം ഇപ്പോഴും പിഞ്ചു കുഞ്ഞാണെന്നാണ്. എങ്കിൽ മനുഷ്യർ ഇപ്പോഴുള്ളതിലും കൂടുതൽ ദുഃഖികളായി മാറും. നിങ്ങൾ സംഗമയുഗീ ബ്രാഹ്മണർ മനസ്സിലാക്കുന്നുണ്ട്, ഈ ദുഃഖതാപം ഇപ്പോൾ വിനാശമാകാനുള്ളതാണ്. അച്ഛൻ ധൈര്യം നൽകുകയാണ്. കൽപ്പം മുമ്പും ഞാൻ പറഞ്ഞിരുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പാപത്തിന്റെ ഭാരം ഇറങ്ങും. ഇത് ഞാൻ ഉറപ്പു തരികയാണ്. ഇതും മനസ്സിലാക്കുന്നുണ്ട്, കലിയുഗത്തിന്റെ വിനാശം തീർച്ചയായും ഉണ്ടാകണം. ശേഷം തീർച്ചയായും സത്യയുഗം വരണം. സ്വീകരണവും ലഭിക്കുന്നുണ്ട്, കുട്ടികൾക്ക് നിശ്ചയവുമുണ്ട്. പക്ഷേ ഓർമ്മ നിലയ്ക്കാത്തതിനാൽ എന്തെങ്കിലും വികർമ്മങ്ങളും ചെയ്യുന്നു. പറയുന്നു, ബാബ ക്രോധം വരുന്നു, ഇതിനെയും ഭൂതം എന്നാണ് പറയുന്നത്. ഈ രാവണ രാജ്യത്തിൽ 5 വികാരങ്ങളും ദുഃഖം നൽകുകയാണ്. ഈ അവസാന സമയത്തെ കണക്കു വഴക്കുകളും അവസാനിപ്പിക്കണം. ആരെയാണോ ഇതുവരെ കാമവികാരം ബുദ്ധിമുട്ടിക്കാതിരുന്നത് അവരിലും ഈ രോഗം പ്രത്യക്ഷമാകും. എന്നിട്ട് പറയും, മുമ്പ് ഒരിക്കലും ഇങ്ങനെയുള്ള വികല്പങ്ങൾ ഉണ്ടായിട്ടില്ല, ഇപ്പോൾ എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടിക്കുന്നത്? ഇത് ജ്ഞാനമല്ലേ? ജ്ഞാനം മുഴുവൻ അസുഖങ്ങളെയും പുറത്തു കൊണ്ടുവരും. ഭക്തി എല്ലാ അസുഖത്തെയും പുറത്താക്കില്ല. ഇത് അശുദ്ധമായ വികാരി ലോകമാണ്. 100% അശുദ്ധതയാണ്. 100% പതീതത്തിൽ നിന്നും 100% പാവനമാകണം. 100% ഭ്രഷ്ടാചാരിയിൽ നിന്നും 100% പാവനമായ ശ്രേഷ്ഠാചാരിയായ ലോകമുണ്ടാകണം. അച്ഛൻ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ശാന്തിധാമം സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാണ്. നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയും സൃഷ്ടിചക്രം കറക്കുകയും ചെയ്യൂ. ഒരു വികർമ്മവും ചെയ്യരുത്.
എന്തെല്ലാം ഗുണങ്ങൾ ഈ ദേവതകളിലുണ്ടോ ആ ഗുണങ്ങളെയെല്ലാം സ്വയത്തിൽ ധാരണ ചെയ്യണം. ബാബ ഒരു ബുദ്ധിമുട്ടും തരുന്നില്ല. ചില വീടുകളിൽ അശുദ്ധ ആത്മാക്കളുണ്ടെങ്കിൽ അത് തീ കൊളുത്തും, നഷ്ടമുണ്ടാക്കി വെക്കും. ഈ സമയത്ത് എല്ലാ മനുഷ്യരും പിശാചാണല്ലോ. കർമ്മഭോഗ് സ്ഥൂലരൂപത്തിലും ഉണ്ടാകും. ആത്മാവ് പരസ്പരം ദുഃഖം നൽകുന്നത് ശരീരത്തിലൂടെയാണ്. ഇനി ശരീരമില്ലെങ്കിലും ദുഃഖം നൽകുന്നു. കുട്ടികൾ കണ്ടിട്ടുണ്ട്, എന്തിനെയാണോ പ്രേതം എന്ന് പറയുന്നത് അത് വെളുത്ത നിഴല് പോലെ കാണപ്പെടും. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം ഇതെല്ലാം അവസാനിച്ചുകൊണ്ടിരിക്കും. ഇതും കണക്കനുസരിച്ചാണല്ലോ. വീട്ടിൽ പെൺകുട്ടികൾ പറയും, ഞങ്ങൾ പവിത്രമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ആത്മാവാണ് പറയുന്നത്. പക്ഷെ ആരിലാണോ ജ്ഞാനമില്ലാത്തത് അവർ പറയും പവിത്രമായിരിക്കരുത്. പിന്നീട് വഴക്കുണ്ടാകുന്നു. എത്ര ബഹളമാണുണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾ പവിത്ര ആത്മാവായി മാറുകയാണ്. അവർ അപവിത്രമാണ്. അതിനാലാണ് ദുഃഖം നൽകുന്നത്. എങ്കിലും ആത്മാവ് തന്നെയല്ലേ. അവരെയാണ് പറയുന്നത് അശുദ്ധ ആത്മാവ്. ശരീരം കൊണ്ടും ശരീരമില്ലാതെയും ദുഃഖം നൽകുന്നു. ജ്ഞാനം സഹജമാണ്. സ്വദർശന ചക്രധാരിയായി മാറണം. ബാക്കി മുഖ്യമായ കാര്യം പവിത്രതയാണ്. ഇതിനായി അച്ഛനെ സന്തോഷത്തോടെ ഓർമ്മിക്കണം. രാവണനെ പിശാചി എന്നല്ലേ പറയാറ്. ഈ സമയത്ത് ഈ ലോകം തന്നെ പൈശാചികമാണ്. പരസ്പരം അനേക പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പിശാച് എന്ന് അപവിത്രമായവരെയാണ് പറയുന്നത്. പതീതാത്മാവിൽ 5 വികാരങ്ങളും വിവിധ പ്രകാരങ്ങളിലുണ്ടാകും. ചിലരിൽ വികാരത്തിന്റെ ശീലമാണെങ്കിൽ ചിലരിൽ ക്രോധിക്കുന്ന ശീലമായിരിക്കും. ചിലരിൽ ബുദ്ധിമുട്ടിക്കുന്ന ശീലമായിരിക്കും. ചിലരിലാണെങ്കിൽ നഷ്ടമുണ്ടാക്കുന്ന ശീലമായിരിക്കും. ചിലരിൽ വികാരത്തിന്റെ ശീലമുണ്ടാകും. വികാരം ലഭിക്കാത്ത കാരണത്താൽ ക്രോധിച്ചുകൊണ്ട് ഒരുപാട് ഉപദ്രവിക്കാറുമുണ്ട്. ഈ ലോകം തന്നെ ഇങ്ങനെയാണ്. അതിനാൽ ബാബ വന്ന് ധൈര്യം നൽകുകയാണ്. അല്ലയോ ആത്മാക്കളെ, മക്കളെ, ധൈര്യമായിരിക്കൂ. എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഒപ്പം ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യൂ. ജോലിയൊന്നും ചെയ്യേണ്ട എന്നൊന്നും പറയുന്നില്ല. എങ്ങനെയാണോ പട്ടാളക്കാർക്ക് യുദ്ധം ചെയ്യാൻ പോകേണ്ടതായി വരുമ്പോൾ അവരോട് പറയും, ശിവബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ. ഗീതയിലെ വരികൾ എടുത്ത് അവർ മനസ്സിലാക്കുന്നത് യുദ്ധമൈതാനത്തിൽ അഥവാ ഞാൻ മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിലെത്തുമെന്നാണ്. അതിനാൽ അവർ സന്തോഷത്തോടെ യുദ്ധമൈതാനത്തിലേക്ക് പോകുന്നു. പക്ഷെ ആ കാര്യം സത്യമല്ല. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും. കേവലം ശിവബാബയെ ഓർമ്മിക്കൂ. ഓർമ്മിക്കേണ്ടത് ഒരു ശിവബാബയെ തന്നെയാണ്. എങ്കിൽ തീർച്ചയായും സ്വർഗത്തിലേക്ക് പോകും. ആരെല്ലാം ഇവിടെ വന്ന ശേഷം പോയി പതീതമാകുന്നോ അവരും തീർച്ചയായും സ്വർഗത്തിലേക്ക് വരും. ശിക്ഷകൾ അനുഭവിച്ച് പാവനമായാലും തീർച്ചയായും വരും. ബാബ ദയാഹൃദയനല്ലേ. ബാബ മനസ്സിലാക്കി തരുന്നു, ഒരു വികർമ്മവും ചെയ്യരുത്. എങ്കിൽ വികർമാജീത്തായി മാറും. ഈ ലക്ഷ്മി നാരായണന്മാർ വികർമാജീത്തല്ലേ. പിന്നീട് രാവണ രാജ്യത്തിൽ വികർമ്മിയായി മാറുന്നു. വിക്രമ സംവത്സരം ആരംഭിക്കുമല്ലോ. മനുഷ്യർക്കാണെങ്കിൽ ഒന്നും അറിയില്ല. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ അറിയാം, ഈ ലക്ഷ്മി നാരായണന്മാർ വികർമാജീത്തായിട്ടുണ്ട്. പറയും, വികർമാജീത് നമ്പർ 1 ആയിരുന്നു. പിന്നീട് 2500 വർഷങ്ങൾക്ക് ശേഷം വിക്രമ സംവത്സരം ആരംഭിച്ചു. മോഹാജീത് രാജാവിന്റെ കഥയില്ലേ. ബാബ പറയുന്നു, നഷ്ടോ മോഹയായി മാറൂ. എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ പാപമില്ലാതാകും. 2500 വർഷങ്ങളിൽ ചെയ്ത പാപങ്ങളെ ഇല്ലാതാക്കി 50-60 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് സ്വയത്തെ സതോപ്രധാനമാക്കാൻ സാധിക്കും. അഥവാ യോഗബലമില്ലെങ്കിൽ നമ്പർ പിന്നിലായി പോകും. മാല വളരെ വലുതാണ്. ഭാരതത്തിലെ മാല വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലാണ് മുഴുവൻ കളിയും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ മുഖ്യം ഓർമ്മയുടെ യാത്രയാണ്. ബാക്കി ഒരു ബുദ്ധിമുട്ടുമില്ല. ഭക്തിയിലാണെങ്കിൽ ബുദ്ധിയോഗം അനേകം പേരിലായിരിക്കും. ഇതെല്ലാം രചനകളാണ്. അവരുടെ ഓർമ്മയിലൂടെ ആരുടെയും മംഗളമുണ്ടാകില്ല. ബാബ പറയും, ആരെയും ഓർമ്മിക്കരുത്. എങ്ങനെയാണോ ഭക്തി മാർഗത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ എന്റെ മാത്രം ഭക്തി ചെയ്തത്, അതുപോലെ
ഇപ്പോൾ അവസാന സമയത്ത് എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബ എത്ര വ്യക്തമായാണ് മനസ്സിലാക്കി തരുന്നത്. മുമ്പ് ഇതെല്ലാം അറിയുമായിരുന്നോ? ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. ബാബ പറയുന്നു, മറ്റു സംഘങ്ങളെയെല്ലാം വെടിഞ്ഞ് ഒരു സംഘത്തിലിരിക്കൂ, എങ്കിൽ യോഗാഗ്നിയിലൂടെ നിങ്ങളുടെ പാപങ്ങൾ ഭസ്മമാകും. ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. കാമ കഠാരി ഉപയോഗിച്ചിരുന്നു. പരസ്പരം ആദി മധ്യ അന്ത്യം ദുഃഖം നൽകി വന്നു. കാമ കഠാരി എന്നത് പ്രധാന കാര്യമാണ്. ഇതും ഡ്രാമയല്ലേ? എന്തിനാണ് ഡ്രാമ ഇങ്ങനെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കാൻ കഴിയില്ല. ഇത് അനാദിയായ കളിയാണ്. ഇതിൽ എനിക്കും പാർട്ടുണ്ട്. ഡ്രാമ എപ്പോൾ ഉണ്ടായി, എപ്പോൾ പൂർത്തിയാകും, ഇത് പറയാൻ സാധിക്കില്ല. ഇത് ആത്മാവിൽ പാർട്ട് നിറഞ്ഞിരിക്കുകയാണ്. ആത്മാവിന്റെ പ്ലേറ്റ് ഒരിക്കലും ഉരയില്ല. ആത്മാവ് അവിനാശിയാണ്. അതിലും പാർട്ട് അവിനാശിയാണ്. ഡ്രാമയും അവിനാശിയാണ് എന്നാണ് പറയാറ്. പുനർജന്മത്തിൽ വരാത്ത ബാബയാണ് ഇപ്പോൾ വന്ന് എല്ലാ രഹസ്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തരാൻ മറ്റാർക്കും സാധിക്കില്ല. അച്ഛന്റെ കർത്തവ്യവും അറിയില്ല. ആത്മാവിന്റെ കർത്തവ്യവും അറിയില്ല. ഒന്നും അറിയുന്നില്ല. ഈ സൃഷ്ടിയുടെ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ പുരുഷോത്തമ സംഗമയുഗമാണ്. ഇപ്പോഴാണ് സർവ്വ ആത്മാക്കളും ഉത്തമ പുരുഷന്മാരായി മാറുന്നത്. ശാന്തിധാമത്തിൽ എല്ലാ ആത്മാക്കളും പവിത്രവും ഉത്തമവുമായിരിക്കും. ശാന്തിധാമം പാവനമല്ലേ? പുതിയ ലോകവും പവിത്രമാണ്. അവിടെ ശാന്തി തീർച്ചയായുമുണ്ട്. പിന്നീട് ശരീരം ലഭിക്കുന്നതിലൂടെ പാർട്ട് അഭിനയിക്കുന്നു. ഇതും നമുക്കറിയാം. ഓരോരുത്തർക്കും അവരവരുടെ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വീടാണ്, ശാന്തിധാമമാണ്. ഇവിടെയാണെങ്കിൽ പാർട്ട് അഭിനയിക്കണം. ഇപ്പോൾ അച്ഛൻ പറയുന്നു, ഭക്തി മാർഗത്തിൽ നിങ്ങൾ എന്റെ അവ്യഭിചാരി പൂജ ചെയ്തിരുന്നു. ദുഃഖികളായിരുന്നില്ല. ഇപ്പോൾ അവ്യഭിചാരി ഭക്തിയിലേക്ക് വന്നതിനാൽ നിങ്ങൾ ദുഃഖിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ അച്ഛൻ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യാൻ പറയുന്നു. എന്നിട്ടും എന്തിന് ആസുരീയ ഗുണങ്ങൾ എടുക്കുന്നു? ബാബയെ വിളിച്ചതു തന്നെ പാവനമാക്കാൻ വരൂ എന്ന് പറഞ്ഞല്ലേ? എന്നിട്ടും എന്തിനാണ് പതീതമായി മാറുന്നത്? അതിലും പ്രധാനമായി കാമത്തെ ജയിക്കണം. എങ്കിൽ നിങ്ങൾ ജഗത് ജീത്തായി മാറും. മനുഷ്യരാണെങ്കിൽ ഭഗവാനെക്കുറിച്ച് പറയുന്നത് അങ്ങുതന്നെ പൂജ്യൻ, അങ്ങുതന്നെ പൂജാരി എന്നാണ്. ഭഗവാനെ പോലും താഴേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ പാപങ്ങൾ ചെയ്ത് ചെയ്ത് മഹാവികാരി ലോകമായി മാറി. ഗരുഡ പുരാണത്തിലും അതിഘോര നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ തേളും പഴുതാരയും എല്ലാം കടിക്കും. ശാസ്ത്രങ്ങളിൽ എന്തെല്ലാമാണ് ഇരുന്ന് എഴുതിയിരിക്കുന്നത്? ഇതും ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഈ ശാസ്ത്രങ്ങളെല്ലാം ഭക്തി മാർഗത്തിന്റേതാണ്. അതിലൂടെ ആർക്കും എന്റെ അടുത്ത് എത്താൻ സാധിക്കില്ല. പിന്നെയും കൂടുതൽ തമോപ്രധാനമായി മാറിയിരിക്കുന്നു. അതിനാലാണ് വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. എങ്കിൽ തീർച്ചയായും പതീതരല്ലേ? മനുഷ്യരാണെങ്കിൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. ആരാണോ നിശ്ചയബുദ്ധികളാവുന്നത് അവർ വിജയിയാവും. രാവണനുമേൽ വിജയം നേടി രാമരാജ്യത്തിലേക്ക് വരും. അച്ഛൻ പറയുന്നു, കാമത്തിനുമേൽ വിജയം നേടൂ. ഇതിന്റെ പേരിലാണ് ബഹളമുണ്ടാകുന്നത്. അമൃത് ഉപേക്ഷിച്ച് വിഷം എന്തിനു കുടിക്കുന്നു എന്ന് പാടിട്ടുണ്ട്. അമൃത് എന്ന് കേൾക്കുമ്പോൾ ഗൗമുഖത്തിൽ നിന്നാണ് അമൃത് പുറത്തു വരുന്നത് എന്ന് കരുതുന്നു. ഗംഗാജലത്തെ അമൃത് എന്ന് പറയാൻ സാധിക്കുമോ? ഇത് ജ്ഞാനാമൃതത്തിന്റെ കാര്യമാണ്. പത്നി പതിയുടെ കാലുകൾ കഴുകി വെള്ളം കുടിക്കുന്നു. അതിനെയും അമൃത് എന്നാണ് പറയുന്നത്. അഥവാ അത് അമൃതാണെങ്കിൽ വജ്രതുല്യമായി മാറേണ്ടതല്ലേ? ഇവിടെ അച്ഛൻ ജ്ഞാനം നൽകുകയാണ്. അതിലൂടെ നിങ്ങൾ വജ്രമായി മാറുന്നു. ജലത്തിന്റെ പേരിനെ എത്ര പ്രശസ്തമാക്കിയിരിക്കുന്നു. നിങ്ങൾ ജ്ഞാനാമൃതം കുടിപ്പിക്കുന്നു, അവർ ജലം കുടിപ്പിക്കുന്നു. നിങ്ങൾ ബ്രാഹ്മണരെ ആർക്കും അറിയില്ല. അവർ കൗരവർ, പാണ്ഡവർ എന്നു പറയുന്നുണ്ട്. പക്ഷെ പാണ്ഡവർ തന്നെയാണ് ബ്രാഹ്മണർ എന്നത് അവർ അറിയുന്നില്ല. പാണ്ഡവർ തന്നെയാണ് ബ്രാഹ്മണർ എന്ന് മനസ്സിലാക്കാൻ ഗീതയിൽ അത്തരത്തിലുള്ള വാക്കുകളൊന്നുമില്ല. അച്ഛനിരുന്ന് മുഴുവൻ ശാസ്ത്രങ്ങളുടെയും സാരം മനസ്സിലാക്കി തരികയാണ്. കുട്ടികളോട് പറയുന്നു, ശാസ്ത്രങ്ങളിൽ നിന്ന് എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അതും പിന്നീട് ഞാൻ എന്തെല്ലാം കേൾപ്പിക്കുന്നോ അതും മനസ്സിലാക്കി വിധി നിർണയിക്കൂ.
നിങ്ങൾക്കറിയാം, നാം മുമ്പ് എന്തെല്ലാം കേട്ടുവോ അതെല്ലാം തെറ്റായിരുന്നു. ഇപ്പോൾ ശരിയായ കാര്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും സീതമാരാണ്, അഥവാ ഭക്തരാണ്. ഭക്തിയുടെ ഫലം നൽകുന്നത് ഭഗവാനായ രാമനാണ്. പറയുന്നു, ഞാൻ വരുന്നത് ഫലം നൽകുന്നതിനാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ സ്വർഗത്തിൽ അപാരമായ സുഖം അനുഭവിച്ചിരുന്നു. ആ സമയത്ത് ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലാണ് ഇരുന്നത്. ശാന്തി ലഭിക്കുമല്ലോ. അവിടെ പുതിയ ലോകത്തിൽ സുഖം, ശാന്തി, പവിത്രത എല്ലാം ഉണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, വിശ്വത്തിൽ എപ്പോഴാണോ ഒരു രാജ്യം ഉണ്ടായിരുന്നത് അപ്പോഴാണ് ശാന്തി ഉണ്ടായിരുന്നത്. എന്നിട്ടും മനസ്സിലാക്കുന്നില്ല. സ്ഥിരമായി നിൽക്കുന്നത് വിരളം പേരാണ്. അവസാന സമയത്ത് വളരെയധികം പേർ വരും. എവിടേക്ക് പോകാനാണ്? ഈ ഒരു കട മാത്രമേയുള്ളൂ. കടക്കാരന്റെ സാധനം നല്ലതാണെങ്കിൽ വില ഒന്നായിരിക്കും. ഇതാണെങ്കിൽ ശിവബാബയുടെ കടയാണ്. ബാബ നിരാകാരനാണ്. ബ്രഹ്മാവ് തീർച്ചയായും വേണം. നിങ്ങളെ ബ്രഹ്മകുമാർ, കുമാരിമാർ എന്നാണ് വിളിക്കുന്നത്. ശിവകുമാരിമാർ എന്ന് വിളിക്കാൻ സാധിക്കില്ല. ബ്രാഹ്മണർ തീർച്ചയായും വേണം. ബ്രാഹ്മണരായി മാറാതെ എങ്ങനെ ദേവതയായിട്ട് മാറും? ശരി. വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണ: ദേവതകളുടേത് പോലുള്ള ഗുണം സ്വയത്തിൽ ധാരണ ചെയ്യണം. ഉള്ളിലെന്തെല്ലാം പൈശാചിക സംസ്കാരങ്ങളുണ്ടോ, ക്രോധം മുതലായ ശീലങ്ങളുണ്ടോ, അതിനെയെല്ലാം ഉപേക്ഷിക്കണം. വികർമാജീത്തായി മാറണം. അതിനാൽ ഇപ്പോൾ ഒരു വികർമ്മവും ചെയ്യരുത്. വജ്രതുല്യ ശ്രേഷ്ഠമായി മാറുന്നതിന് ജ്ഞാനാമൃതം കുടിപ്പിക്കുകയും വേണം. കാമവികാരത്തിനുമേൽ സമ്പൂർണ്ണ വിജയം നേടണം. സ്വയത്തെ സതോപ്രധാനമാക്കി മാറ്റണം. ഓർമ്മയുടെ ബലത്തിലൂടെ എല്ലാ പഴയ കണക്കുവഴക്കുകളെയും ഇല്ലാതാക്കണം. വരദാനം: ബ്രാഹ്മണ ജീവിതത്തിൽ ഏകവ്രതം എന്ന പാഠത്തിലൂടെ ആത്മീയമായ രാജകീയതയിൽ കഴിയുന്നവരായ സമ്പൂർണ്ണ പവിത്രമായി ഭവിക്കട്ടെ. ഈ ബ്രാഹ്മണ ജീവിതത്തിൽ ഏകവ്രതം എന്ന പാഠത്തെ പക്കയാക്കി പവിത്രതയുടെ രാജകീയതയെ ധാരണ ചെയ്യൂ. എങ്കിൽ മുഴുവൻ കൽപ്പത്തിലും ഈ ആത്മീയമായ രാജകീയത നിലനിൽക്കും. താങ്കളുടെ ആത്മീയമായ രാജകീയതയുടെയും പവിത്രതയുടെയും തിളക്കം പരമധാമത്തിലുള്ള സർവ ആത്മാക്കളെയും വെച്ച് ശ്രേഷ്ഠമാണ്. ആദികാലത്തെ ദേവതാ സ്വരൂപത്തിലും ഈ വ്യക്തിത്വം വിശേഷമായിട്ടുണ്ടാകും. പിന്നീട് മധ്യകാലത്തിലും താങ്കളുടെ ചിത്രങ്ങൾക്ക് വിധിപൂർവമുള്ള പൂജ ലഭിക്കും. ഈ സംഗമയുഗത്തിൽ ബ്രാഹ്മണ ജീവിതത്തിന്റെ ആധാരം പവിത്രതയുടെ രാജകീയതയാണ്. അതിനാൽ ഏതുവരെ ബ്രാഹ്മണ ജീവിതം ജീവിക്കണോ അതുവരെ സമ്പൂർണ്ണ പവിത്രമായിരിക്കണം. സ്ലോഗൻ: താങ്കൾ സഹനശീലതയുടെ ദേവി അഥവാ ദേവനായി മാറൂ. എങ്കിൽ ഗ്ലാനി ചെയ്യുന്നവരും നിങ്ങളെ ആലിംഗനം ചെയ്യും. ഓം ശാന്തി.